CPI നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോയ ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി. കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോയ സേനാംഗങ്ങളെ സ്ഥലം മാറ്റി. ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിൽ ജോലി ചെയ്യുന്ന 7 പേരെയും സ്ഥലം മാറ്റി. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, വളരെ നിർഭാഗ്യകരം അല്ലെങ്കിൽ ദൗർഭാഗ്യകരം എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമായി പോയി. കാരണം അങ്ങനെ നിയമ നടപടി എടുക്കാൻ പോയവർക്കെതിരെ നിയമ നടപടി എടുക്കുക എന്ന് പറയുന്നത് ഇതെന്താണ്, വെള്ളരിക്കപട്ടണമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും പോലെ ആയിപ്പോയല്ലോ. തീർച്ചയായിട്ടും മോത്തി, കഴിഞ്ഞ ദിവസമാണ് CPI നേതാവ് അവിടെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെട്ട ജീവനക്കാരെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുകയും സ്ഥലം മാറ്റും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് ഭൂസംരക്ഷണ സേനാ അംഗങ്ങളെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മൊത്തം ജില്ലയിൽ ദേവികുളം, അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലായി 7 പേരാണുള്ളത്. ഇവർ താൽക്കാലിക ജീവനക്കാരാണ്. വിമുക്ത ഭടന്മാരായിട്ടുള്ള ആളുകളെയാണ് ഈ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത്. 2012 മുതൽ ഇവരിവിടെ ഈ ഓരോ താലൂക്കുകളിലും സ്ഥിരമായി ജോലി ചെയ്യുന്നവരാണ്. ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം മാറി പോകുമ്പോഴും ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് ഈ ഭൂസംരക്ഷണ സേനാ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് അവർക്ക് ഒരു പരിചയമുണ്ട്. ഉദ്യോഗസ്ഥർ പലപ്പോഴും മാറി മാറി വരുന്നവരാണ്. പക്ഷെ സ്ഥിരമായി അവിടെ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് കൃത്യമായി ഏത് ഭൂമിയാണ് ഏറ്റെടുത്തത്, എവിടെയാണ് കയ്യേറ്റം ഉണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ആളുകളാണ്. അവരുടെ എക്സ്പീരിയൻസും ഉണ്ട്. അവരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവരെ പലപ്പോഴും സ്ഥലം മാറ്റിയിരിക്കുന്നത് വിദൂര സ്ഥലങ്ങളിലേക്കാണ്. സ്വാഭാവികമായിട്ടും ദേവികുളത്ത് ജോലി ചെയ്യുന്ന ആളുകളെ പീരുമേട്ടിലേക്ക് സ്ഥലം മാറ്റുമ്പോൾ അവർക്ക് ആ ജോലിക്ക് പോകാൻ കഴിയില്ല. കാരണം നിസ്സാര ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും അവർ ഈ ജോലി നിർത്തി പോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കർശന നിലപാടിലേക്ക് പോവുകയാണ്. ഒരു സ്പെഷ്യൽ ഓഫീസറെ ഒക്കെ നിയോഗിക്കും എന്ന് ഹൈക്കോടതി, അല്ലെങ്കിൽ നിയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം.